സ്നേഹിച്ചിടാം സോദരരെ തനിമയിൽ അഭിമാനിച്ചിടാം, സ്നേഹിച്ചിടാം സോദരരെ തനിമയിൽ അഭിമാനിച്ചിടാം. KCCL പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടോമി മ്യാൽക്കരപ്പുറത്തിന് അദ്ദേഹത്തിന്റെ നയവും അജണ്ടയുമൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടോമി മ്യാൽക്കരപ്പുറം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട എന്റെ ജ്ഞാനായ സഹോദരീ സഹോദരങ്ങളെ, 1911 ഓഗസ്റ്റ് മാസം 29 വിശുദ്ധ പന്താംബിയൂസ് മാപ്പായുടെ കൽപ്പന നിങ്ങളുടെ അറിവിലേക്കായി ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമുഖത്തുള്ള ക്രിസ്ത്യാനി സമൂഹത്തെ ഭരിക്കുന്നതിന് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന അധികാരപ്രകാരം വിശ്വാസികളുടെ രക്ഷയ്ക്ക് അവരുടെ ഭരണാധികാരികളുടെ ആഗ്രഹാനുസരണം അതിർത്തികൾ നിശ്ചയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രത്യേക കടമയാണെന്ന് നാം കരുതുന്നു. മലയാളത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഭക്തിയും അഭിവൃദ്ധിപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ഇടയിൽ ഒരു പുതിയ മിസം സ്ഥാപിക്കേണ്ടതാണെന്ന് നാം തീരുമാനിക്കുന്നു. സുറിയാനിക്കാരുടെ ഇടയിൽ തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്ന 3 വികാരിയത്തുകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എറണാകുളത്തിന്റെയും ചങ്ങനാശ്ശേരിയുടെയും വികാരി അപ്പോസ്തലിക്കന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ പരമാധികാരം പ്രയോഗിച്ചുകൊണ്ട് തെക്കും ഭാഗക്കാരുടെ സകല പള്ളികളും വേർപെടുത്തി കോട്ടയം എന്ന വികാരിയത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ കൽപ്പന എല്ലാ കാലത്തും ഫലപ്രദവും പ്രാബല്യമുള്ളതും സുസ്ഥിരമായിട്ടുള്ളതും ആയിരിക്കണമെന്നും ഈ കൽപ്പനയുടെ ഫലം പൂർണ്ണമായി പ്രയോഗത്തിൽ വരുത്തണമെന്നും ഈ കൽപ്പന ഇന്നും മേലാലും ആരെയെല്ലാം സ്പർശിക്കുമോ അവരെ എല്ലാവരും പൂർണ്ണമായും എല്ലാ സംഗതിയിലും കീഴ്പ്പെട്ട് സ്വീകരിച്ച് കൊള്ളണമെന്ന് നാം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ കൽപ്പനയ്ക്ക് അനുയോജ്യമല്ലാത്തതായി ഏതെങ്കിലും സംഗതികൾ ഏതെങ്കിലും അധികാര സ്ഥാനത്തു നിന്നും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കൊണ്ടുവരുന്നതായാൽ ആയത് അസാധുവായിരിക്കുന്നതാണ് എന്ന് റോമായിലെ വിശുദ്ധ പത്രോസിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഭരണത്തിന്റെ 9ാം വത്സരം 1911 ഓഗസ്റ്റ് 29 പത്താംബിയൂസ് മാർപ്പാപ്പ ഒപ്പ്, സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ ഒപ്പ്. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഈ കൽപ്പന നിലനിൽക്കെ അങ്ങാടിയത്തിന്റെ പിതാവിന്റെ പുതിയ കൽപ്പന നാം അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. അതെല്ലാം അസാധുവായിരിക്കും. ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരും പറഞ്ഞ് ആരുടെയൊക്കെയോ അധികാരാസക്തിയുടെ പേരിൽ നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യവും തനിമയും ബലികഴിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങൾ പാലിക്കുവാൻ ശ്രമിക്കുന്ന ഈ രാജ്യം അതേ വ്യക്തികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അഭിമന്യ മാക്കയിൽ പിതാവ് തന്റെ അത്ഭുത ശുദ്ധിയിലൂടെ മുത്തോലത്തത്തിനായിട്ട് വീണ്ടും ജനിച്ചു എന്ന് ആരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇക്കാലത്ത് അതൊന്നും യേശാൻ പോകുന്നില്ല. അതിന് നേരായ വഴികളുണ്ട്. അതിന് പൗരസ്ത്യ സിംഹാസനമല്ല, നേരിട്ട് പോപ്പിനെ കാണാനായാലും ലോകമെമ്പാടുമുള്ള ജ്ഞാനായ മക്കളെ സംഘടിപ്പിക്കുവാൻ നാം തയ്യാറാണ്. ആ തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് ഞാനും എന്നോടൊപ്പം വന്നിരിക്കുന്ന ടീമും മുൻപോട്ട് വന്നിരിക്കുന്നത്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ മോനച്ചന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന പ്രാദേശിക സംഘടനയെയും ദേശീയ തലത്തിൽ KCCL നേതൃസ്ഥാനം വഹിക്കുവാൻ
ഞാൻ ഉൾപ്പെടുന്ന ടീമിനെ പിന്തുണയ്ക്കുവാനും വിശ്വസ്തയോടെ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുവാനും നോർത്ത് അമേരിക്കയിലെ എല്ലാ ജ്ഞാനായ മക്കളോടും ഞാൻ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമേ തനിമ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കൽപ്പനകളും വിളംബരങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മക്കളെ ജനിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് അടുത്ത തലമുറയെക്കുറിച്ചുള്ള വേവലാതി ഉണ്ടാകുകയുള്ളൂ, ആ വികാരം തൊട്ടറിയുകയുള്ളൂ. ഈ കഴിഞ്ഞ നാളിൽ ഇവിടെ നടന്ന യോഗത്തിൽ ജെയിംസ് ഇല്ലിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ഇവിടെ ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന്. അതൊരു കൽപ്പനയുടെ രൂപത്തിൽ ഇവിടെ ലോഞ്ച് ചെയ്തു. ഇന്ന് താമ്പായിലെ ജനങ്ങളെ സാക്ഷി നിർത്തി നോർത്ത് അമേരിക്കൻ ജ്ഞാനായ മക്കളോട് ചങ്കുറ്റത്തോടെ ഞാൻ പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര ശക്തിയേറിയ ബോംബായാൽ പോലും അവയെല്ലാം നിർവീര്യമാക്കുവാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് KCCNAക്ക് നേതൃത്വം കൊടുക്കുവാൻ ശക്തിയുള്ള ഒരു ടീമിനെ മുന്നിൽ നിർത്തി അവകാശങ്ങളും മഹത്തായ തനിമയും നിലനിർത്തുവാനുള്ള സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അതിനൂതനമായ ഒരു നേതൃത്വ ശൈലിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം വഴി അതിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള നേതൃത്വ ശൈലി. ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അസോസിയേഷനുകളും മാതൃസംഘടനയുമായിട്ടുള്ള അകലം കുറയ്ക്കുക എന്ന ചിന്താഗതിയോടൊപ്പം പ്രാദേശിക സംഘടനാ തലത്തിൽ യുവജനങ്ങൾക്കും സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് KCCNA അതിന്റെ പരമോന്നതിയിൽ എത്തിക്കുക എന്നതും ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ സമൂഹത്തിന് നമ്മുടെ പൂർവികരാൽ നൽകപ്പെട്ട കത്തോലിക്ക വിശ്വാസവും അതുപോലെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വംശശുദ്ധിയും കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഒരു ജ്ഞാനായക്കാരൻ എന്ന നിലയിൽ എന്റെ കടമയും. അതേ തത്വത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളുകയും ചെയ്യുന്നു. By uniting we stand, by dividing we fall. Behold how good and pleasant it is for brethren to dwell together in unity. May God bless America. May God bless Gnanaya community. Thank you. സ്നേഹിച്ചിടാം സോദരരെ, തനിമയിൽ അഭിമാനിച്ചിടാം. സ്നേഹിച്ചിടാം സോദരരെ, തനിമയിൽ അഭിമാനിച്ചിടാം.